നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് ലക്ഷ്യമിട്ട് കെ മുരളീധരൻ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ വട്ടിയൂർക്കാവ് തിരികെ പിടിക്കാമെന്നും താൻ മണ്ഡലത്തിൽ ഇനി സജീവമായി തുടരുമെന്നും മുരളീധരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. തൃശൂരിലെ പരാജയം പഠിക്കാൻ KPCC നിയമിച്ച സമിതി സത്യസന്ധമായി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. പാർട്ടി വേദികളിലേക്ക് തൽക്കാലമില്ലെന്ന് പ്രഖ്യാപിച്ച കെ മുരളീധരൻ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ സജീവമാണ്. താൻ വട്ടിയൂർക്കാവ് വിട്ടതിനു പിന്നാലെ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദുർബലമാണെന്ന് പറയുന്നു കെ മുരളീധരൻ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വട്ടിയൂർക്കാവിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുമെന്നും മുരളീധരൻ. വട്ടിയൂർക്കാവിൽ അതിന് ഞാൻ പോയതിനു ശേഷം ഒരു ബദൽ സംവിധാനം ഉണ്ടായിട്ടില്ല. പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അല്പം താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് നേരെയാക്കിയെടുക്കുക. വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തോട് മുരളിയുടെ പ്രതികരണം ഇങ്ങനെ: ആദ്യത്തെ ജോലി പാർട്ടിയെ ശക്തിപ്പെടുത്തുക. പാർട്ടി ഉണ്ടെങ്കിലല്ലേ നമുക്ക് നല്ല രീതിയിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനുള്ള സംവിധാനം ഉണ്ടാക്കുക. തൃശ്ശൂരിലെ തോൽവി പഠിക്കുന്ന KPCC സമിതി റിപ്പോർട്ട് എങ്ങനെ സമർപ്പിക്കുമെന്നത് പ്രധാനമാണെന്നും മുരളീധരൻ. അന്വേഷണ കമ്മീഷൻ്റെ ആളുകളിലൊക്കെ വിശ്വാസമുണ്ട്. റിപ്പോർട്ട് എങ്ങനെ കൈകാര്യം ചെയ്യുന്നതനുസരിച്ചാണ് തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ ഭാവി. ഞാനതേ പറയുന്നുള്ളൂ. അവർ സത്യസന്ധമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പാർട്ടിക്ക് വേണ്ടി വെല്ലുവിളികൾ ഏറ്റെടുത്തിട്ടുള്ള കെ മുരളീധരനെ പരമാവധി പരിഗണിച്ചും അഭിപ്രായങ്ങൾ മാനിച്ചും മുന്നോട്ട് പോകണമെന്ന് ഹൈക്കമാൻഡ് സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് സൂചന. റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.